ഒടുവിൽ ആ ഒരു അപ്രതീക്ഷിത ന്യൂസും നമുക്ക് എത്തിക്കഴിഞ്ഞു. നെയ്മർ ജൂനിയർ വരുന്ന ബ്രസീലിൻ്റെ മത്സരങ്ങളിൽ കളിക്കില്ല. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷത്തിന് ശേഷമൊക്കെ അദ്ദേഹം മഞ്ഞക്കുപ്പായത്തിൽ, ബ്രസീലിൻ്റെ കുപ്പായത്തിൽ തിരിച്ചു വരികയാണല്ലോ എന്നുള്ളൊരു ആവേശം മിക്ക ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു. ബ്രസീൽ ഫാൻസ്, നെയ്മർ ഫാൻസ് മാത്രമല്ല, മറ്റുള്ള ഫാൻസിനും അദ്ദേഹത്തിൻ്റെ കളി കാണുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ലയണൽ മെസ്സിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അദ്ദേഹത്തോടുള്ള ഇഷ്ടം പല താരങ്ങൾക്കും അല്ല പല ഫാൻസിനും ഒരു ഇതാണ് അല്ലേ. മെസ്സി ഫാൻസിനൊക്കെ നെയ്മർ ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ ഇതാ ആ ഒരു ന്യൂസും എത്തിക്കഴിഞ്ഞു. വരുന്ന കൊളംബിയ അർജന്റീന മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ നിന്ന് നെയ്മർ ജൂനിയർ ഒഴിവായി. അദ്ദേഹത്തെ ഒഴിവാക്കി. പകരം എൻട്രിക്കിനെ ഉൾപ്പെടുത്തി. പരിക്കാണ്. സാന്റോസിൽ അദ്ദേഹം അവസാന മത്സരങ്ങൾ കളിച്ചില്ല. നിർണായക മത്സരത്തിലൊക്കെ കളത്തിലിറങ്ങുന്നതിന് മുന്നേ അദ്ദേഹം തന്നെ പറഞ്ഞു സാന്റോസിലെ താരങ്ങളോട്, എനിക്ക് വേണ്ടി നിങ്ങൾ പോരാടണം, എനിക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടെന്നറിയോ ഈ ഒരു മത്സരത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് വേദന അനുഭവപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് വേറെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോബോൻ്റെ ഭാഗത്തു നിന്നൊക്കെ MRI ചെയ്തിട്ടുണ്ട്. 2-3 ഫ്രണ്ട്ലി മത്സരങ്ങൾ സാന്റോസിനുണ്ട്. നെയ്മർ ജൂനിയർ അതിൽ കളിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നാഷണൽ ടീമിലേക്ക് അടുത്ത ആഴ്ച തിരിച്ചെത്തും എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നു. ഇപ്പോഴാണ് ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ന്യൂസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പരതി നോക്കിയപ്പോൾ സംഭവം സത്യമാണ്. നെയ്മർ ജൂനിയർ അടുത്ത ബ്രസീലിൻ്റെ മത്സരങ്ങളിൽ കളിക്കില്ല. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം കളിക്കുമെന്ന്. ഒരുപാട് ഫുട്ബോൾ ലോകം മൊത്തം നെയ്മർ ജൂനിയറിൻ്റെ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ സാന്റോസിലേക്കുള്ള കൂടുമാറ്റം. ഈ സാന്റോസിൻ്റെ 5 മാസ കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹം ഇനി ബാഴ്സയിലേക്ക് പോകുമോ? അതുപോലെ തന്നെ ഇന്നലെ ഒരു ബയണുമായിട്ടുള്ള ഒരു ഡീല്, അതായത് ബയണിലേക്ക് അദ്ദേഹം പോകും, ബയൺ അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ്. അങ്ങനെ നെയ്മറിൻ്റെ ഫുട്ബോൾ ലോകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയം. ഇപ്പോൾ ബ്രസീലിൽ പഠിത്തമൊന്നും നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. പരിക്കിൻ്റെ പിടിയിൽ, പരിക്ക് വിട്ടുമാറുന്നില്ല. അദ്ദേഹത്തിന് ആ പഴയ നിലവാരത്തിലേക്ക് എത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. നെയ്മർ ജൂനിയർ സ്ക്വാഡിൽ നിന്ന് ഒഴിവായി. പകരം എൻട്രിക്കിനെ ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്.